നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഓരോ സമൂഹത്തെക്കുറിച്ചും ഇന്ത്യയിൽ പിന്നെ തൊട്ട് മുമ്പ് നമ്മൾ ഫാമിലിയെക്കുറിച്ച് സംസാരിച്ചു. ഒരു ഫാമിലി രൂപപ്പെട്ടു വരണമെങ്കിൽ ഒരു മാരേജ് സംവിധാനത്തിലൂടെയാണ് ഒരു ഫാമിലി വരിക എന്നും നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിലുള്ള വിവിധ തരം വിവാഹങ്ങളെക്കുറിച്ചും വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. മാരേജ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം, മാരേജ് എന്നുള്ളത് ഒരു വലിയ നിർണായകമായ ഒരു സംവിധാനമാണ്. ഒരു പുതിയ ഒരു വ്യക്തിയെ ഒരു സെക്സൽ സാറ്റിസ്ഫാക്ഷൻ എന്നും മാത്രമല്ല ഒരു വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൈൽഡ് ബെയറിങ്, പല ലക്ഷ്യങ്ങളും നമ്മൾ വിവാഹം കൊണ്ട് കണക്കാണ്. ദസ് മാരേജ് ഈസ് നോട്ട് ഓൺലി എ മീൻസ് ഓഫ് സെക്സൽ ഗ്രാറ്റിഫിക്കേഷൻ. ഒരു സെക്സ്വൽ സംതൃപ്തി മാത്രമല്ല വിവാഹം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകരം വിവാഹം എന്നുള്ളത് ബട്ട് ആൾസോ എ സെറ്റ് ഓഫ് കൾച്ചറൽ മെക്കാനിസത്തിൻ്റെ ഭാഗം കൂടിയാണ് വിവാഹം എന്നുള്ളത്. ഇറ്റ്സ് മോർ ഓർ ലെസ് യൂണിവേഴ്സൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് ലോകത്ത് എല്ലായിടത്തും കാണാൻ കഴിയുന്നത് പോലെ തന്നെ വിവാഹം എന്നുള്ളത് നമുക്ക് ഇന്ത്യയിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു വിവാഹത്തിൻ്റെ പുതിയ സങ്കല്പങ്ങൾ. നമുക്കിതിൻ്റെ മറ്റുള്ള ഡെഫിനിഷനിലേക്ക് പോകാം. വിവാഹത്തിന് ഇന്ത്യയിൽ ദ റിലീജിയസ് ടെക്സ്റ്റ് ഓഫ് മെനി കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ഹാവ് ഔട്ട്ലൈൻഡ് ദ പർപ്പസ് ഓഫ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ മാരേജ്. ഈ ഇന്ത്യയിൽ ഈ വിവാഹം എങ്ങനെ നിലനിൽക്കാൻ ഒരുപാട് വൈവാഹിക സങ്കല്പങ്ങളുണ്ട്. മതകീയമായ ചുറ്റുപാടുകളാണ് ഏറെ കാരണം. ഹിന്ദു വിശ്വാസികൾക്കിടയിൽ മാരേജ് എന്നുള്ളത് അതൊരു ഡ്യൂട്ടിയാണ്, ധർമ്മ ആയിട്ടാണ് ഓരോ വ്യക്തിയും കാണുന്നത്. ആൻഡ് ദ പ്രജ, അത് ഒരു പ്രോഗ്നാൻഡ് രതി, സെൻഷ്വൽ പ്ലഷർ. ഈ ഒരു ആൻഷ്യൻ്റ് ഹിന്ദു ടെക്സ്റ്റ് പോയിൻറ്റ്സ് 3 മെയിൻസ് ഓഫ് മാരേജ്. ഈ ഒരു ആൻഷ്യൻ്റ് ഹിന്ദു കൾച്ചറിലെ, ഹിന്ദു സംസ്കാരത്തിൽ, ഹിന്ദു വിശ്വാസത്തിൽ മാരേജ് എന്നുള്ളതിന് 3 സങ്കല്പങ്ങളുണ്ട്. 3 കാര്യം, പ്രധാനമായും 3 പോയിന്റുകളാണ് മാരേജിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന് ധർമ്മ, ഒരു ഡ്യൂട്ടിയാണ്. മറ്റൊന്ന് പ്രോജനി, മറ്റൊന്ന് സെൻഷ്വൽ പ്ലഷർ. ഈ 3 കാര്യത്തിനു വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. ദാറ്റ് ഈസ് ടു സേ ദ മാരേജ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫ്രം ബോത്ത് ഓഫ് സൊസൈറ്റൽ ആസ് വെൽ ആസ് ദി ഇൻഡിവിജ്വൽസ് പോയിൻറ്റ്സ് ഓഫ് വ്യൂ. ഒരു വ്യക്തിയുടെ പേഴ്സണലി എടുത്തും നോക്കുമ്പോഴും ഒരു സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് പരിശോധിക്കുമ്പോഴും വിവാഹം എന്നുള്ളത് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. മാരേജ് ഇസ് സിഗ്നിഫിക്കൻറ്റ്, പ്രൊവൈഡ് ചിൽഡ്രൻ എസ്പെഷ്യലി സൺസ്. നമുക്കറിയാം, വിവാഹത്തിലൂടെ പുതിയ സന്താന ഉൽപ്പാദനങ്ങളൊക്കെ നടക്കുന്നത് വിവാഹത്തിലൂടെയാണ്. അതുകൊണ്ട് വൈവാഹിക ജീവിതം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Even among other communities in India, marriage is regarded as an essential obligation. ഇന്ത്യയിലെ ഹിന്ദു മതത്തെ പോലെ തന്നെ മറ്റു മതങ്ങളും ഇസ്ലാമിനെ പോലെ മറ്റു മതങ്ങളും ഈ ഒരു മതകീയ ഒബ്ലിഗേഷനായിട്ട് കാണുന്നത്. നമുക്കറിയാം, പ്രവാചകനൊക്കെ ഒരു സുന്നത്തായിട്ടാണ് ഈ വൈവാഹിക ജീവിതത്തെ കണ്ടിട്ടുള്ളത്. നിക്കാഹു മിൻ സുന്നത്തി മൻ റൈബ ഇൻ സുന്നത്തി ഫലൈസ മിന്നി തുടങ്ങിയുള്ള പല പ്രവാചകനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സുന്ന എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ, അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം വിവാഹത്തെ കണ്ടിട്ടുള്ളത്. ഇന്ന് ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഈ വിവാഹത്തെ കാണുന്നത് ക്രൂഷ്യൽ ടു ലൈഫ് ആൻഡ് ലൈസ് എംഫസിസ് ഓൺ ആൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒരു നല്ലൊരു ജീവിതത്തിന് ഭാര്യ ഭർത്തൃ ബന്ധത്തെ നോക്കിക്കാണുന്ന ഒരു മതമാണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത്. അങ്ങനെ മതത്തിൽ മതകീയപരമായിട്ട് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് വൈവാഹിക ജീവിതത്തിന്. അതുകൊണ്ടാണ് വിവാഹം ഇത്രത്തോളം ഇമ്പോർട്ടൻ്റായി നിലനിൽക്കാൻ കാരണം.
ഇന്ത്യയിൽ വളരെ വൈവാഹിക ജീവിതം കഴിക്കാത്ത ആളുകളുടെ ലിസ്റ്റ് വളരെ കുറവാണ് എന്നുള്ളത്. ദാറ്റ് ഈസ് വെരി സ്മാൾ പെർസെൻറ്റേജ് ഓഫ് മെൻ ആൻഡ് വിമൻ ആർ റിമെൻ അൺമാരീഡ്. വളരെ കുറവും ആളുകൾ മാത്രമേ സമയമായിട്ടും വിവാഹം കഴിക്കാതെ പോകുന്നതാണ്. ദ റിപ്പോർട്ട് ഓഫ് ദ കമ്മിറ്റി ഓഫ് ദ സ്റ്റാറ്റസ് ഓഫ് വിമൺ ഇൻ ഇന്ത്യ, ഈ സ്റ്റാറ്റസ് ഓഫ് വിമൺ ഇൻ ഇന്ത്യ എന്നുള്ളൊരു കമ്മിറ്റി കഴിഞ്ഞ വർഷത്തിൽ നടത്തിയ റിപ്പോർട്ടിൽ 0.5% ഓഫ് വിമൻ നെവർ മേരി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വിവാഹം കഴിക്കാത്തവർ വെറും 0.5% മാത്രമേ ഉള്ളൂ എന്നുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ വിവാഹം കഴിക്കാത്ത ആളുകളായിട്ടുള്ളൂ. ഇന്ത്യയിൽ വിവാഹം കഴിക്കാത്ത ആളുകൾ വളരെ കുറവായതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ സങ്കല്പങ്ങളും വിവാഹാനന്തര കുടുംബ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓർഡർ ആൻഡ് നോഷൻസ് regarding the large size family are being replaced by the preference of for a small size family. ഇപ്പോൾ ആളുകൾക്ക് ചെറിയ ഫാമിലിയിലേക്ക് ഒതുങ്ങിക്കൂടി. പണ്ടുണ്ടായിരുന്ന വലിയ ഒരു പിന്നെ ഫാമിലി എന്നുള്ള കൂട്ടുകുടുംബം എന്നുള്ള സങ്കല്പങ്ങളൊക്കെ ഇപ്പോൾ മാറി ചെറിയൊരു ഫാമിലിയിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഡെഫിനിഷൻ ഓഫ് മാരേജ്, ഈ വിവാഹത്തിന് ഒരുപാട് ആളുകൾ ഡെഫിനിഷനുകൾ പറഞ്ഞിട്ടുണ്ട്. എഡ്വാർഡ് വെസ്റ്റ്മാർക്ക് പറഞ്ഞിട്ടുള്ളത് ഹിസ്റ്ററി ഓഫ് മാരേജ് defines marriage as the more or less durable connection between male and female. ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിലുള്ള ഒരു കണക്ഷനാണ് ഒരു നിശ്ചിത കാല മോർ ഓർ ലെസ് ഡ്യൂറബിൾ, കുറച്ചധികമോ ഇല്ലാത്ത ഒരു പറഞ്ഞ ഡ്യൂറബിൾ കണക്ഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ലാസ്റ്റിംഗ് ബിയോണ്ട് ദി മിയർ ആക്ട് ഓഫ് പ്രൊപ്പഗേഷൻ ടിൽ ആഫ്റ്റർ ദി ബർത്ത് ഓഫ് സ്പ്രിങ്. പുതിയ പിന്നെ ജന്മങ്ങൾക്ക് വഴിയൊരുക്കുന്ന തരത്തിലുള്ള ഒരു ആണ് ഇടയിൽ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിൽ നിലനിൽക്കുന്ന ഒരു കണക്ഷനാണ് വിവാഹം എന്നുള്ളതാണ്. മലിനോസ്കിയുടെ അഭിപ്രായ പ്രകാരം മാരേജ് ഈസ് എ കോൺട്രാക്ട് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ചിൽഡ്രൻ. മക്കളെ വാർത്തെടുക്കുവാനും വളർത്തുവാനും വേണ്ടിയുള്ള ഒരു കോൺട്രാക്റ്റാണ് വിവാഹം എന്നുള്ളതാണ് മലിനോസ്കിയുടെ അഭിപ്രായം. റോബർട്ട് എച്ച് ലോവിൻ്റെ അഭിപ്രായം മാരേജ് ഈസ് എ റിലേറ്റീവ്ലി പെർമനൻറ്റ് ബോണ്ട് ബിറ്റ്വീൻ പെർമിസിബിൾ മെയ്റ്റ്. സമ്മതം തോടെ ഉള്ള റിലേറ്റീവ്ലി പെർമനൻറ്റ് ബോണ്ട്, പെർമിസിബിൾ മെയ്റ്റ്സ് അനുവാദത്തോടു കൂടിയുള്ള രണ്ട് ഇണകൾ തമ്മിലുള്ള പെർമനൻ്റ് എന്നും നിലനിൽക്കുന്ന പരസ്പര ബന്ധത്തെയാണ് വിവാഹം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആൽഫ്രഡ് എം സി ക്ലാങ് പറയുന്നത് മാരേജ് ഈസ് ദ പബ്ലിക് ജോയിനിങ് ടുഗദർ അണ്ടർ സോഷ്യലി സ്പെസിഫൈഡ് റെഗുലേഷൻസ് ഓഫ് മെൻ ആൻഡ് വിമൺ ആൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. സാമൂഹികമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആണും ഒരു പെണ്ണും ഒരു ഭാര്യ ഭർത്താവായി ജീവിക്കുന്ന ഒരു സംവിധാനത്തെ പബ്ലിക്കായി ജോയിൻ ചെയ്യുന്ന ഒരു പദ്ധതിയെയാണ് മാരേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ലോകത്ത് ഒരുപാട് തരം മാരേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാരേജ്, വിവാഹത്തിൻ്റെ വിവിധ തരം ക്യാരക്ടറുകളെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് യൂണിവേഴ്സാലിറ്റി, ലോകത്ത് എല്ലായിടത്തും നമുക്ക് മാരേജ് കാണാൻ കഴിയുമെന്നുള്ളതാണ്. മറ്റൊന്ന് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. ഒരു വിവാഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഒരു ആണിൻ്റെയും ഒരു പെണ്ണിനും ഇടയിലുള്ള ബന്ധത്തെയാണ് വിവാഹം എന്ന് പറയുന്നത്. മാരേജ് ബോണ്ട് ഈസ് എൻഡ്യൂറിങ്. മാരേജിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ബോണ്ട് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. മാരേജ് എന്നുള്ളത് ആ ബന്ധം എന്നുള്ളത് ഇങ്ങനെ എന്നും നിലനിൽക്കുന്നൊരു ബന്ധമാണ്. വെറുതെ കാണുക, പിരിയുക, കുറച്ചു കാലം പ്രണയിക്കുക, പിന്നെ ഒഴിവാക്കി പോവുക, അങ്ങനെയുള്ള സങ്കല്പമല്ല വിവാഹത്തിനുള്ളത്. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന രൂപത്തിലുള്ള ഒരു നല്ല സങ്കല്പമാണ് വൈവാഹിക ജീവിതത്തിനുള്ളത് എന്നുള്ളതാണ്. അടുത്തത് മാരേജ് റിക്വയർസ് സോഷ്യൽ അപ്രൂവൽ. ഈ വിവാഹത്തിന് സാമൂഹിക അംഗീകാരം ആവശ്യമാണ്. സാമൂഹിക അംഗീകാരത്തോടു കൂടിയുള്ള രണ്ടുപേരുടെ ഒത്തുചേരലിനാണ് വിവാഹം എന്ന് പറയുകയുള്ളൂ. മാരേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സം സിവിൽ ഓർ റിലീജിയസ് സെറമണി. ഈ വിവാഹത്തിന് ഒന്നുകിൽ നാട്ടു നടപ്പ് ഒരു രീതി ഉണ്ടാകും, അല്ലെങ്കിൽ മതകീയമായ ചില ആചാരങ്ങളോട് കൂടെയാണ് വിവാഹം നടക്കുക. പല മതങ്ങൾ മാറുന്നതിനനുസരിച്ച് മതത്തിൻ്റെ ഇസ്ലാമിൽ പെണ്ണിൻ്റെ ഉപ്പയാണ് കൈ കൊടുക്കുന്നത്. പുതിയ ഹസ്ബൻഡിന് കൈ കൊടുത്ത് സമ്മതത്തോടു കൂടെ കൈമാറുകയാണ്. ഓരോ മതത്തിനും അതിൻ്റേതായ കൺസെപ്റ്റുകളുണ്ട്. മാരേജ് ക്രിയേറ്റ്സ് മ്യൂച്വൽ ഒബ്ലിഗേഷൻസ്. മാരേജ് വൈവാഹിക ജീവിതത്തോടു കൂടെ ഒരുപാട് പരസ്പര ഉത്തരവാദിത്തങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഹസ്ബൻഡ് വൈഫിന് ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടികളുണ്ടാവും, വൈഫ് ഹസ്ബൻഡിന് ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടികളും ഉണ്ടാവും. അങ്ങനെ രണ്ട് മ്യൂച്വൽ ഒബ്ലിഗേഷൻസ് വരുന്നു.
എന്നാൽ ഈ വിവാഹത്തിന് പലതരം രൂപങ്ങളുണ്ട്. ഫോംസ് ഓഫ് മാരേജിന് നമുക്ക് ഒരുപാട് രൂപങ്ങൾ കാണാൻ കഴിയും. ഒന്ന് പോളിജനി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിലധികം ഇണകളുള്ള വിവാഹത്തിനെയാണ് പോളിജനി എന്ന് പറയുന്നത്. വൺ മാൻ മാരീസ് മോർ ദാൻ വൺ വിമൺ അറ്റ് എ ഗിവൺ ടൈം. ഒരേ സമയം കൂടുതൽ സ്ത്രീകൾ വിവാഹം കഴിക്കുക. പോളിജനി, അതാണ് പോളിജനി. ഈസ് മോർ പോപ്പുലർ ദാൻ പോളിയൻട്രി. പോളിയൻട്രി എന്നുള്ളതിനേക്കാളും ഏറ്റവും പോപ്പുലറായി ഇപ്പോൾ നിലനിൽക്കുന്നത് പോളിജനിയാണ്. പോളിജനി പല തരത്തിലുണ്ടാകും. സുറൂറൽ പോളിജനി, അൺസുറൂറൽ പോളിജനി. സുറൂറൽ പോളിജനി എന്ന് പറഞ്ഞാൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരിയെയും വിവാഹം കഴിക്കുക എന്നാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മാരേജ് ഇൻ വിച്ച് wives ആർ ഇൻവേരിയബിളി ദ സിസ്റ്റേഴ്സ്. രണ്ട് ഭാര്യമാർ പരസ്പരം സഹോദരികളാണ്. ഒരു വൈഫിൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കുക. രണ്ടാളും പരസ്പരം സഹോദരികളാണ്, സിസ്റ്റേഴ്സ് ആണെങ്കിൽ അതിനാണ് സുറൂറേറ്റ് മാരേജ് എന്ന് പറയുന്നത്. അതുപോലെ when several sisters are similar or potentially the spouses of the men, the practice is called sororite. ഈ ഒരു ഇതിന് പറയുന്ന പേരാണ് സൊറൂറൈറ്റ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ടുള്ള ലാറ്റിൻ വേർഡ് നിന്ന് സൊറോർ എന്നുള്ള സിസ്റ്റർ എന്നുള്ള ലാറ്റിൻ വേർഡ് നിന്നാണ് സൊറൂറൈറ്റ് മാരേജ് കടന്നു വന്നിട്ടുള്ളത്. നോൺ സൊറോറൽ പോളിജനി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടൈപ്പ് ഓഫ് മാരേജ് ഇൻ വിച്ച് wives ആർ നോട്ട് റിലേറ്റഡ് ആസ് സിസ്റ്റേഴ്സ് ആയിരിക്കില്ല. രണ്ട് ഭാര്യമാർ പരസ്പരം സിസ്റ്റേഴ്സ് അല്ലാത്ത വിവാഹങ്ങൾക്കാണ് നോൺ സൊറോറൽ പോളിജനി എന്ന് പറയുന്നത്. പോളിയൻട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാരേജ് ഓഫ് വൺ വിമൺ വിത്ത് മോർ ദാൻ വൺ മാൻ. ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ധാരാളം ആണുങ്ങളെ വിവാഹം കഴിക്കുന്ന സങ്കല്പമാണ് പോളിയൻട്രി എന്നുള്ളത്. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്, ഫ്രാറ്റേണൽ പോളിയൻട്രി, നോൺ ഫ്രാറ്റേണൽ പോളിയൻട്രി. നമുക്ക് ഈ പോളിയൻട്രി രണ്ട് തരത്തിൽ കാണാൻ സാധിക്കും. ഒന്ന് ഫ്രാറ്റേണൽ പോളിയൻട്രി ആണ്, മറ്റൊന്ന് നോൺ ഫ്രാറ്റേണൽ പോളിയൻട്രി. ഇത് അത്രത്തോളം വ്യാപകമല്ല, ഈ പോളിജനിൻ്റെ അത്രത്തോളം വ്യാപകമല്ല പോളിയൻട്രി എന്നുള്ളതാണ്. ഫ്രാറ്റേണൽ പോളിയൻട്രി എന്നുള്ളത് when several brothers share the same wife, the practice can be called alpharic or fraternal polyandry. കുറേ സഹോദരന്മാർ, ജ്യേഷ്ഠനനിയന്മാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു പെൺകുട്ടിനെ വിവാഹം കഴിക്കുന്ന സങ്കല്പമാണ് ഫ്രാറ്റേണൽ പോളിയൻട്രി എന്നുള്ളത്. നോൺ ഫ്രാറ്റേണൽ പോളിയൻട്രി എന്ന് പറഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് പരസ്പരം അല്ലെങ്കിൽ ആണുങ്ങൾ പരസ്പരം സഹോദരന്മാരല്ലാത്തതാണ്. ദിസ് ടൈപ്പ് ഹസ്ബൻഡ് നീഡ്സ് നോട്ട് ഹാവ് എനി ക്ലോസ് റിലേഷൻഷിപ്പ് prior to the marriage. The wife goes to spend some time with each husband so long as a woman lives with one of her husband. നോൺ ഫ്രാറ്റേണൽ പോളിയൻട്രിയിൽ പിന്നെ ആണിന് വലിയ പിന്നെ ഡ്യൂട്ടികളൊന്നും ഉണ്ടാവില്ല. പെണ്ണ് ഓരോ ദിവസം ഓരോ സമയത്ത് നിശ്ചിത ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് പോവുക എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ അവിടെ നിൽക്കുന്ന കുറച്ച് സമയം ആ ഒരു ആളുടെ വൈഫായിരിക്കും. പിന്നെ അവിടുന്ന് പോരും, അടുത്ത ആളിലേക്ക് എത്തും. അടുത്ത ആളുടെ അപ്പോൾ ആ സമയത്ത് അവിടെ നിൽക്കുന്ന സമയം ആ ഒരു വ്യക്തിയുടെ ഭാര്യയായിട്ടാണ് ഉണ്ടാവുക. ഇനി മോണോഗമി. ഇറ്റ് ഈസ് എ ഫോം ഓഫ് മാരേജ് ഇൻ വിച്ച് വൺ മാരീസ് വൺ വിമൺ. ഒരാൾ ഒരു സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കുക എന്നുള്ള സങ്കല്പമാണ് മോണോഗമി എന്നുള്ളതാണ്. അതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള, പൊതുവെ കണ്ടുവരുന്ന, എല്ലായിടത്തും അംഗീകാരം ലഭിക്കപ്പെട്ട ഒരു വിവാഹമാണ് മോണോഗമി എന്നുള്ളത്. എന്നാൽ സീരിയൽ മോണോഗമി, സീരിയൽ മോണോഗമി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരാളുടെ ഒരു സ്ത്രീ, ഒരു വൈഫ്, ഒരു സ്പൗസ്, ഒരു ഇണ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം വിവാഹം കഴിക്കാനുള്ള പെർമിറ്റഡ് ടു മാരി അഗെയിൻ, പിന്നെയും വിവാഹം കഴിക്കുക എന്നുള്ളതാണ് സീരിയൽ മോണോഗമി. ഒരു സമയത്ത് ഒരു ഭാര്യ ഉണ്ടാവുള്ളൂ, പക്ഷേ അയാളുടെ മരണശേഷം, ആ ഇണയുടെ മരണശേഷം, ആണായാലും പെണ്ണാണെങ്കിലും ആ ഇണയുടെ മരണശേഷം മറ്റൊരാൾ വിവാഹം കഴിക്കുന്നതാണ് സീരിയൽ മോണോഗമി. എന്നാൽ അതേപോലെ മരണം മാത്രമല്ല, the first spouse or after divorce, but they cannot have more than one spouse at one and the same day. ഒരാൾ വിവാഹമോചനം നടത്തിയതിന് ശേഷം വേറൊരാൾ വിവാഹം കഴിക്കുക, അതും ഇതിൽ അനുവദിക്കപ്പെടുന്നതാണ്. പക്ഷേ മോണോഗമി പ്രാക്ടീസ് ചെയ്യുന്ന പിന്നെ കൾച്ചറുള്ള ഇടത്ത് അവിടെ ഒരേ സമയം ഒന്നിലധികം ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. സ്ട്രൈറ്റ് മോണോഗമി ഇൻ ദിസ് റീമാരേജ് ഈസ് നോട്ട് അലൗഡ്. സ്ട്രൈറ്റ് മോണോഗമി ഉള്ള ഒരു സ്ഥലത്ത് ഒരാൾക്ക് ജീവിതത്തിൽ ഒരൊറ്റ വിവാഹമേ പാടുള്ളൂ. അത് ഡൈവേഴ്സ് ആയി കഴിഞ്ഞാലും മരണശേഷമാണെങ്കിലൊക്കെ പിന്നീട് റീമാരേജ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാത്ത ഒരു കാര്യമാണ്.
പിന്നെ മറ്റൊരു സങ്കല്പമാണ് ഗ്രൂപ്പ് മാരേജ് എന്നുള്ളത്. ഇറ്റ് മീൻസ് ദ മാരേജ് ഓഫ് 2 or more വിമൺ വിത്ത് 2 or more men. കൂടുതൽ സ്ത്രീകൾ, കൂടുതൽ ആണുകൾ, കുറേ ആണുങ്ങളും കുറേ പെണ്ണുങ്ങളും ഒന്നിച്ച് വിവാഹം കഴിക്കുക എന്നുള്ള സങ്കല്പമാണ്. ഇയർ ദ ഹസ്ബൻഡ്സ് ആർ കോമൺ, ഹസ്ബൻഡ്സ് ആർ വൈഫ്സ് ആർ കോമൺ. ആർക്കും കുറേ പെണ്ണുങ്ങളുണ്ടാവും, കുറേ ആണുങ്ങളുണ്ടാവും. അവിടെ ആർക്ക് ആരെയും വിവാഹം കഴിക്കുക, ഇത് ആരുടെയും ഒരാളുടെ പ്രത്യേകം എന്നില്ല, ആർക്കും എല്ലാവരും കോമൺ ആണ്. ആർക്കും ആരെയും വൈഫായി എല്ലാവരും എല്ലാവരുടെയും ഹസ്ബൻഡും വൈഫും ആയിരിക്കും അതിൽ. ചിൽഡ്രൻ ആർ റിഗാർഡഡ് ആസ് ദ ചിൽഡ്രൻ ഓഫ് എൻ്റയർ ഗ്രൂപ്പ്. അപ്പോൾ അതിൽ ജനിക്കുന്ന മക്കളെ എല്ലാവരുടെയും കുട്ടികൾ, ആ ഗ്രൂപ്പിൻ്റെ മൊത്തം കുട്ടികളായിട്ടാണ് കാണുക. റൂൾസ് ഓഫ് മാരേജ്. ഈ മാരേജിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരു സമൂഹവും പൂർണ്ണമായും സ്വാതന്ത്ര്യം അനുവദിച്ച് അബ്സല്യൂട്ട് ഫ്രീഡം ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ് ടു സെലക്ട് ദെയർ ലൈഫ് പാർട്ട്നേഴ്സ്. ഒരാളും ഒരു സമൂഹവും ഇഷ്ടാനുസരണം തോന്നിയ അവർക്ക് കരുതുന്നത് പോലെ ഒരു സങ്കല്പം, അത്രത്തോളം അബ്സല്യൂട്ട് ഫ്രീഡം ഒരിക്കലും അനുവദിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ റൂൾസ് റിഗാർഡിങ് ഹൂസ് ഷുഡ് മാരി ഹൂം ആൾവേസ് ഗവൺ സച്ച് സെലക്ഷൻ. ആര് വിവാഹം കഴിക്കണം, എങ്ങനെ വിവാഹം കഴിക്കണം, വിവാഹം സങ്കല്പങ്ങൾ എങ്ങനെയാണ്, മൈറ്റ് സെലക്ഷൻ, ഇണകളെ എങ്ങനെ സെലക്ട് ചെയ്യണം, എങ്ങനെ തുടങ്ങി ഓരോ റിലീജിയനും ഓരോ കസ്റ്റംസിനും ഓരോ സൊസൈറ്റിക്കും അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എൻഡോഗമി, എക്സോഗമി ആർ ദ 2 മെയിൻ റൂൾസ് ദാറ്റ് കണ്ടീഷൻ ദ മാരിറ്റൽ ചോയ്സ്. എൻഡോഗമിയും എക്സോഗമിയും ആണ് ഇതിൽ പ്രധാനം. എൻഡോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് പാർട്ട്നേഴ്സ് ആർ ടു ബി സെലക്റ്റഡ് വിത്തിൻ ദി ഗ്രൂപ്പ്. എൻഡോഗമി ആകുമ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ഒരു ജാതിയാണെങ്കിൽ ആ ജാതിയിൽപ്പെട്ട ആളുകൾ, ആ ജാതിയിൽ നിന്നുള്ള ആളുകൾ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നുള്ളൊരു സങ്കല്പം. ഇപ്പോൾ ഒരു വില്ലേജ്, ഒരു ഗ്രാമമാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ള ആളുകൾ മാത്രം പരസ്പരം വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് ആണെങ്കിലും ആ ക്ലാസ്സിലുള്ള ആളുകൾ മാത്രം വിവാഹം കഴിക്കുക. അപ്പോൾ മുസ്ലിങ്ങൾ മാത്രം വിവാഹം കഴിക്കും. ക്രിസ്ത്യൻസിന് മാത്രം വിവാഹം കഴിക്കുക എന്നുള്ള സങ്കല്പം. ഇതിനെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. എന്നാൽ എക്സോഗമി എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആളുകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള സങ്കല്പമാണ് എക്സോഗമി. ഇറ്റ് ഈസ് എ റോഡ് മാരേജ് ഇൻ വിച്ച് an individual has to marry outside his own group. അവനവൻ്റെ ഗ്രൂപ്പിൽ നിന്ന് വിവാഹം കഴിക്കണം. ഈ എക്സോഗമി ഗ്രാമങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ടാകും. ഈ ഗ്രാമത്തിലുള്ള ആളുകളെ വിവാഹം കഴിക്കരുത്, അപ്പുറത്തുള്ള ആളുകൾ വിവാഹം കഴിക്കണം. അതേപോലെ ക്ലാസ്സിലും ഒക്കെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. Thus so called blood relatives shall neither have marital connection nor sexual contact among themselves. അത് പറയുന്നത് റിലേറ്റീവ്സ്, ബ്ലഡ് റിലേറ്റീവ്സ് ആയ ആളുകൾക്ക് സെക്ഷൽ റിലേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എക്സോഗമി. പലതുണ്ട്. കുടുംബത്തിൻ്റെ ഉള്ളിലെ എക്സോഗമി ഉണ്ടാവും. ഇപ്പോൾ ഇസ്ലാമിക് കോൺസെപ്റ്റിൽ തന്നെ ഉപ്പ മകളെ വിവാഹം കഴിക്കുക എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അത് ബ്ലഡ് റിലേഷനിൽ ഒരിക്കലും സെക്ഷൽ റിലേഷൻ വരാൻ പാടില്ല എന്നുള്ള, കോണ്ടാക്റ്റ് ഉണ്ടാവരുത് എന്നുള്ള ഒരു കോൺസെപ്റ്റാണിത്. ഫോംസ് ഓഫ് എക്സോഗമി. ഇനി പലതരം എക്സോഗമികളുണ്ട്. പലതരം ഗോത്ര എക്സോഗമി. ദ ഹിന്ദു പ്രാക്ടീസ് ഓഫ് വൺ മാരി ഔട്ട്സൈഡ് വൺസ് ഓൺ ഗോത്ര. ഗോത്ര എക്സോഗമി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഗോത്രത്തിൽ നിന്ന് പുറത്ത് നിന്ന് വിവാഹം കഴിക്കുന്ന, ഒരു ഗോത്രത്തിലുള്ള ആളുകൾ ആ ഗോത്രത്തിലുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല, പക്ഷെ പുറത്ത് നിന്നുള്ള ആളുകളെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നുള്ള സങ്കല്പം. പിന്നെ പ്രവാര എക്സോഗമി എന്ന് പറഞ്ഞാൽ those who belongs to the same pravara cannot marry among themselves. ഒരേ പ്രവാരപ്പെട്ട ആളുകൾ പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ല, പുറത്തുനിന്ന് വിവാഹം കഴിക്കണം. വില്ലേജ് എക്സോഗമി, ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ ആ ഗ്രാമത്തിലുള്ള വിവാഹം കഴിക്കാൻ പാടില്ല, പുറത്തുനിന്ന് വിവാഹം കഴിക്കണം. അത് പിണ്ട എക്സോഗമി എന്ന് പറഞ്ഞാൽ, കോമൺ പാരൻറ്റേജ്. രണ്ടാൾക്കും ഒരേ പാരൻറ്റേജാണ് വരുന്നതെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ല. കനോട്ട് മേരി വിത്തിൻ ദംസെൽവ്സ്. രണ്ടാളുടെ രക്ഷിതാക്കൾ ഒന്നാണെങ്കിൽ അതിന് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഐസോഗമി എന്ന മാരേജ് ബിറ്റ്വീൻ 2 ഈക്വൽസ്. ഒരേ സ്റ്റാറ്റസിലുള്ള ആളുകൾ പരസ്പരം വിവാഹം കഴിക്കുന്നതാണ് ഐസോഗമി എന്നുള്ളത്. ആനിസോഗമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അസിമെട്രിക് മാരേജ് അലയൻസ് ബിറ്റ്വീൻ 2 ഇൻഡിവിജ്വൽസ് ബിലോങ് ടു ഡിഫറെൻറ്റ് സോഷ്യൽ സ്റ്റാറ്റസ്. 2 സോഷ്യൽ സ്റ്റാറ്റസിലുള്ള ആളുകൾ. ഐസോഗമിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആനിസോഗമി. 2 സോഷ്യൽ സ്റ്റാറ്റസിലുള്ള ആളുകൾ പരസ്പരം വിവാഹം കഴിക്കുന്നതിനെയാണ്
isogamy. It is an asymmetric marriage alliance between two individuals belong to different social status. രണ്ട് സോഷ്യൽ സ്റ്റാറ്റസിലുള്ള ആളുകൾ വിവാഹം കഴിക്കുന്ന സങ്കല്പമാണ് ആനിസോഗമി. ഇറ്റ് ഈസ് സോഫ് ടു ഫോംസ്. ഇത് നമുക്ക് രണ്ട് രൂപത്തിൽ കാണാൻ കഴിയും. ഒന്ന് ഹൈപ്പർഗമി, മറ്റേ ഹൈപ്പോഗമി. രണ്ട് രൂപത്തിൽ കാണാൻ സാധിക്കും. ഹൈപ്പർഗമി എന്ന് പറഞ്ഞാൽ ദ മാരേജ് ബിറ്റ്വീൻ ഓഫ് എ വ്യുമൺ വിത്ത് എ മാൻ ഓഫ് ഹയർ വർണ്ണ ഓർ സുപ്പീരിയർ കാസ്റ്റ്. ഇവിടെ ഹൈപ്പർഗമിയിൽ നമ്മൾ പറഞ്ഞ രണ്ട് സോഷ്യൽ സ്റ്റാറ്റസിലുള്ള ആളുകൾ പരസ്പരം ഈക്വൽ സോഷ്യൽ സ്റ്റാറ്റസിലുള്ള വിവാഹത്തിന് നമ്മൾ ഐസോഗമി എന്ന് പറയാം. രണ്ട് തരം സോഷ്യൽ സ്റ്റാറ്റസിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അവിടെ പറയുന്ന പേര് ആനിസോഗമിയാണ് പറഞ്ഞത്. ആനിസോഗമി രണ്ട് തരമുണ്ട്. ഹൈപ്പർഗമി, ഹൈപ്പോഗമി ഉണ്ട്. ഹൈപ്പർഗമി ആകുമ്പോൾ ആണ് ഉയർന്ന ജാതിപ്പെട്ട ആളും പെണ്ണ് താഴ്ന്ന ജാതിപ്പെട്ട ആളുകളും അങ്ങനെയുള്ള വിവാഹത്തെയാണ് ഹൈപ്പർഗമി പറയാം. ദ മാരേജ് ഓഫ് എ വിമൺ വിത്ത് എ മാൻ ഓഫ് ഹയർ വർണ്ണ, ഉയർന്ന വർണ്ണത്തിൽപ്പെട്ട ആളുകൾ. ഹൈപ്പോഗമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാരേജ് ഓഫ് ഹൈ കാസ്റ്റ് മാൻ വിത്ത് ലോ കാസ്റ്റ് വിമൺ. ഹൈ കാസ്റ്റ് ഉയർന്ന ജാതിയിൽപ്പെട്ട ആണ് ലോ കാസ്റ്റ് വന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് സങ്കല്പം എന്നുള്ളത്. ഹൈപ്പർഗമി ആകുമ്പോൾ പെണ്ണ് ഉയർന്ന ജാതിയിൽപ്പെട്ട ആണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ്. അനുലോമ മാരേജ്. അനുലോമ മാരേജ് മാരേജ് അണ്ടർ വിച്ച് എ മാൻ ക്യാൻ മാരി ഫ്രം ഹിസ് ഓൺ കാസ്റ്റ് ഫ്രം ദോസ് ബിലോ ബട്ട് എ വിമൻ ക്യാൻ മാരി ഓൺലി ഇൻ ഹെർ കാസ്റ്റ് ഓർ എബോ. ആണിന് സ്വന്തം കാസ്റ്റിൽ നിന്ന് വിവാഹം കഴിക്കാം. സ്വന്തം ജാതിയിൽപ്പെട്ട ആളെയും വിവാഹിക്കാം, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളെയും വിവാഹം കഴിക്കാം. പെണ്ണിന് ഒന്നുകിൽ സ്വന്തം ജാതിയിൽപ്പെട്ട ആളെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളെ വിവാഹം കഴിക്കാം. ഇതിനാണ് അനുലോമ മാരേജ്. പ്രതിലോമ മാരേജ് എന്ന് പറഞ്ഞാൽ ആണിന് ഇറ്റ് ഈസ് എ മാരേജ് ഓഫ് വിമൺ ടു എ മാൻ ഫ്രം എ ലോവർ കാസ്റ്റ് വിച്ച് ഈസ് നോട്ട് പെർമനന്റ്. ഈ അനുലോമൻ്റെ ഓപ്പോസിറ്റ്. ആണിന് പെണ്ണ് ഒന്നിലേക്ക് ഈക്വൽ സ്റ്റാൻഡേർഡ് ആവണം, അല്ലെങ്കിൽ താഴ്ന്നതേ ആവാൻ പറ്റുള്ളൂ. ആണിന് ഒരിക്കലും ഉയർന്ന ജാതിപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളത്. ഫോംസ് ഓഫ് മാരേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തരം വിവാഹ സങ്കല്പങ്ങളെയാണ് ഇനി നമ്മൾ പറയുന്നത്. നമ്മൾ വിവിധ തരം മാരേജുകളെ പറഞ്ഞു. ഇനി ഇന്ത്യയിലുള്ള മാരേജ് സങ്കല്പങ്ങളാണ് ഇനി പറയുന്നത്. ഇന്ത്യയിൽ ഏറെക്കുറെ നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത് മോണോഗമിയാണ്. മാരേജ് ഓഫ് എ മാൻ ടു എ വിമൺ അറ്റ് എ ടൈം. ഒരാൾക്ക് ഒരു സമയത്ത് ഒരു എണ്ണം മാത്രമുള്ള വിവാഹത്തെയാണ് മോണോഗമി എന്ന് പറയുക. പോളിഗമി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇണകളുള്ള പോളിജനി മാരേജ് ഓഫ് വിമൺ സെവറൽ വിമൺ അറ്റ് എ ടൈം. പോളിജനി ആകുമ്പോൾ ധാരാളം സ്ത്രീകളുണ്ടാകും. പോളിയൻട്രി ആകുമ്പോൾ ധാരാളം ഒരു പെണ്ണിന് ധാരാളം ആണുങ്ങളുള്ളതാണ് പോളിയൻട്രി. മോണോഗമി among Hindus until the passing of the Hindu Marriage Act in 1955 Hindu man was permitted. 1955 ഹിന്ദു മാരേജ് ആക്ട് നടപ്പിലാവുന്നത് വരെ ഹിന്ദുക്കൾക്കിടയിൽ ഇത് അനുവദനീയമായിരുന്നു. പിന്നീട് ഇത് നിരോധിക്കപ്പെട്ടു. ഇപ്പോൾ ഹിന്ദുക്കൾക്കിടയിൽ ഇത് അനുവദനീയമല്ല. ഒന്നുകിൽ വിവാഹം ആദ്യം വിവാഹം കഴിച്ച സ്ത്രീ ബാരനസ് ആയിരുന്നു, മക്കളില്ലാത്ത ആളുകളാണെങ്കിൽ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടായി ആദ്യത്തെ കണക്ക്, അങ്ങനെ വിവാഹം കഴിക്കുന്നതാണ് ഒന്നിലധികം സ്ത്രീകളെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി വിവാഹം കഴിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നിലധികം സ്ത്രീകൾ വിവാഹം കഴിക്കുന്ന ആളുകളുണ്ടാവും. ഇസ്ലാമിൽ പോളിജനി. ഇസ്ലാമാണ് അതർ ഹാൻഡ് ഹസാലോട് പോളിജനി. ഇസ്ലാമിൽ പോളിജനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ പോളിയാൻഡ്രി ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാലും മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ പോളിജനി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. എന്നാൽ പോളിയാൻഡ്രി വളരെ കുറവാണ് ഇന്ത്യയിൽ തന്നെ. നമുക്ക് ആദ്യകാലത്ത് ഒക്കെ മാത്രമേ പോളിയാൻഡ്രി പ്രാക്ടീസ് ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ പോളിയാൻഡ്രി നമുക്ക് വളരെ വിരളമായിട്ട് കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ തോഡ ഓഫ് ദ നീലഗിരി തമിഴ്നാട്ടിലെ തോഡ എന്ന ഗോത്രവർഗ്ഗക്കാരാണ് പോളിയാൻഡ്രി പ്രാക്ടീസ് ചെയ്തിരുന്ന വർഗം എന്നുള്ളത്. പ്രിവെയിലിംഗ് പാറ്റേൺസ് ഓഫ് മാരേജിൻ്റെ പ്രിവെയിലിംഗ് പാറ്റേൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രിവെയിലിംഗ് കിട്ടുന്നത് മോണോഗമിക്കാണ്. മോണോഗമിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്.
ബിഗാമസ് ഹാവിങ് ടു സ്പൗസസ് അറ്റ് എ ടൈം, ഒന്നിലധികം ഇണകൾ ഉണ്ടാവുക എന്നുള്ള സംഭവം അത് ഹാവ് ബീൻ റിപ്പോർട്ടഡ് അമംഗ് ഹിന്ദുസ് ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ പല ഭാഗത്തും പിന്നെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വിച്ച് ഈസ് ദ മെൻ ഒന്നുകിൽ പിന്നെ ഹിന്ദുക്കൾക്കിടയിലും ഒക്കെ ഇത് കാണുന്നത് ഒന്നുകിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ആദ്യത്തെ ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ട് എന്നറിയാതെ വിവാഹം കഴിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാരണം പിന്നെ അറിയാതെ ഇങ്ങനെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. പക്ഷെ മോണോഗമിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത്. പിന്നെ അടുത്തത് പറയാനുള്ള മാരേജ് സ്ട്രക്ചറിൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ്, വിവാഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് കാലക്രമേണ. പണ്ട് ചേഞ്ചസ് ഇൻ ദ ഫോം ഓഫ് മാരേജ്, പിന്നെ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ദ ട്രഡീഷണൽ ഫോം ഓഫ് മാരേജിലേക്ക് പോളിഗമി, പോളിജനി ആർ നോട്ട് ഫൗണ്ട് എനിവെയർ ആൻഡ് ദേ ആർ ലീഗലി പ്രോഹിബിറ്റഡ്. ഇന്ത്യയിൽ പോളിഗമി, പോളിജനി രണ്ടും ഇന്ത്യയിൽ അങ്ങനെ കാണപ്പെടാറില്ല, കാരണം ലീഗലി പ്രോഹിബിറ്റഡ് ആണ്. ഓൺലി മോണോഗമസ് മാരേജ് ആർ യൂണിവേഴ്സലി പ്രാക്ടീസ്ഡ്. ലോകത്തെല്ലായിടത്തും ഇപ്പോൾ കണ്ടുവരുന്നത് മോണോഗമസ്, ഒരു സമയത്ത് ഒരു ഇണ എന്നുള്ള സങ്കല്പത്തിലുള്ള മാരേജാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ചേഞ്ച് ഇൻ ദ എയിം ആൻഡ് പർപ്പസ് ഓഫ് മാരേജിൻ്റെ കൺസെപ്റ്റുകളൊക്കെ മാറ്റം വന്നു. ഇൻ ട്രഡീഷണൽ സൊസൈറ്റി പ്രൈമറി ഒബ്ജക്റ്റീവ് മാരേജ് ഇസ് ധർമ്മ, ഒരു ഡ്യൂട്ടി, ഒരു പിന്നെ മതകീയ ഒരു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പണ്ട് കാലത്ത് വിവാഹം കഴിഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ വിവാഹ സങ്കല്പം ഒരു ലൈഫ് ലോങ് കമ്പാനിയൻഷിപ്പ്, ജീവിതകാലത്തുള്ള ഒരു കൂട്ടുകാരൻ, ഒരു സൗഹൃദമാണ് ഇപ്പോൾ മാരേജ് എന്നുള്ള കോൺസെപ്റ്റിനെ കാണുന്നത്. പിന്നെ മൂന്നാമത് ചേഞ്ചസ് ഇൻ ദ പ്രോസസ് ഓഫ് മേറ്റ് സെലക്ഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഒന്ന് ഫീൽഡ് സെലക്ഷൻ ഹാസ് ബിക്കം വെരി വൈഡ്. ഇറ്റ് ഈസ് വൈഡ് എനഫ് ടു ഇൻക്ലൂഡ് ഇന്റർ റിലീജിയസ് ആൻഡ് ഇന്റർ കാസ്റ്റ് മാരേജ്. ആദ്യം വിവാഹം കഴിക്കലൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ വിവാഹം കഴിച്ചിരുന്നത് സ്വന്തം സമുദായത്തിൽ സ്വന്തം മതത്തിൽപ്പെട്ട ആളുകളൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ മാറി ഇന്റർ കാസ്റ്റും ഇൻട്രാ കാസ്റ്റ് മാരേജുകളും ഇന്റർ റിലീജിയൻ, ഒരു മതത്തിൽ നിന്നും മറ്റു മതത്തിലുള്ള ആളുകളെ വിവാഹം കഴിക്കുക എന്നുള്ളതൊക്കെ ഇപ്പോൾ കണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പാർട്ടി സെലക്ഷൻ, ഇപ്പോൾ പിന്നെ സെലക്ട് ചെയ്യാൻ മൈറ്റ് സെലക്ഷൻ അധികം ഇപ്പോൾ പിന്നെ ഓരോരുത്തരും യുവതികളും അവർക്കുള്ള സെലക്ഷൻ അവർ തന്നെ നടത്തുന്ന ഒരു ഇതിലേക്ക് കാര്യങ്ങൾ മാറി വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യകാലത്തൊക്കെ പാരൻസ് ആയിരുന്നു കൂടുതലായും ഇടപെട്ടിരുന്നത്, ഇന്നിപ്പോൾ അത്രത്തോളം പാരൻസ് ഇടപെടുന്നില്ല. Criteria for selection, much importance is given to individual interest, preferring and considering rather than to family consideration. പിന്നെ ക്രൈറ്റീരിയകളൊക്കെ മാറി. പണ്ട് കാലത്ത് ഫാമിലി ഇൻട്രസ്റ്റ്, മറ്റുള്ള കാര്യങ്ങൾ, ഓരോ വ്യക്തികളുടെ താല്പര്യം, ഇപ്പോൾ വ്യക്തികളുടെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം എന്നുള്ളത്. പണ്ട് പിന്നെ ഫാമിലി കോൺസെപ്റ്റുകളായിരിക്കുന്നു വിവാഹങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. പിന്നെ ദിസ് ട്രെൻഡ്സ് ഇപ്പോൾ ലവ് മാരേജുകളൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ചേഞ്ച് ഇൻ ഏജ് അറ്റ് മാരേജ്, പണ്ട് കാലത്ത് ശിശു വിവാഹങ്ങളൊക്കെ ധാരാളമായി ഉണ്ടായിരുന്നു. പിന്നെ 18 വയസ്സ് എന്നുള്ളത് പിന്നെ പെണ്ണിനും 21 വയസ്സ് ആണിനും എന്നുള്ള സങ്കല്പം വന്നതോടുകൂടെ ശൈശവ വിവാഹങ്ങളൊക്കെ ഇന്ത്യയിൽ ഇല്ലാതായി തീർന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ ദ സ്റ്റെബിലിറ്റി ഓഫ് മാരേജ്, മാരേജ് ഇങ്ങനെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വന്ന മാറ്റങ്ങൾ. പ്രൊവിഷൻസ് ഫോർ ഡൈവേഴ്സ് ഹാസ് വേർച്വലി അഫക്റ്റഡ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ മാരേജ്. പണ്ട് കാലത്ത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതങ്ങനെ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഡൈവേഴ്സ് ചെയ്യാനുള്ള നിയമങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡൈവേഴ്സ് കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലത്തുണ്ടായിരുന്ന അത്രത്തോളം വിവാഹ ജീവിതങ്ങളൊന്നും തുടർന്ന് പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു മാറ്റം എന്നുള്ളത്. ചേഞ്ചസ് ഇൻ ദ എക്കണോമിക് ആസ്പെക്ട് ഓഫ് മാരേജിൻ്റെ എക്കണോമിക് ആസ്പെക്റ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. പണ്ട് കാലത്ത് ഡോറി സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പെണ്ണിന് വിവാഹം കഴിക്കുമ്പോൾ മഹറായിട്ട് വലിയ എമൗണ്ടുകൾ കൊടുക്കുക, അതേപോലെ ഡൗറി ആയിട്ട് തിരിച്ചിങ്ങോട്ട്. പണ്ട് കാലത്ത് ലളിതമായി കഴിച്ചിരുന്ന വിവാഹങ്ങളൊക്കെ ഇപ്പോൾ ആർഭാടങ്ങളായി മാറി. പിന്നെ വീഡിയോ, മ്യൂസിക് തുടങ്ങി ഡെക്കറേഷൻ തുടങ്ങി വലിയ ചിലവേറിയ വിവാഹമായി മാറി. പണ്ട് ചെറിയ വിവാഹ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ വലിയ സങ്കല്പങ്ങളിലേക്ക് മാറി. പിന്നെ ഇൻക്രീസ് ഇൻ ദ ഇൻസ്റ്റൻസ് ഓഫ് ഡൈവേഴ്സ് ആൻഡ് ഡെസഷൻ. പിന്നെ ദ ഇൻസ്റ്റൻസ് ഓഫ് ഡൈവേഴ്സ് ആൻഡ് ഡെസഷൻ ആർ ഓൺ ഇൻക്രീസ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഡൈവേഴ്സ് കേസുകളൊക്കെ വളരെയധികം കൂടി വരുന്നുണ്ട്. ന്യൂ ട്രെൻഡ്സ് ആർ ഒബ്സർവ് ടുഡേ ഇൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് മാരേജ് ഹാസ് നോട്ട് ഡിമിനിഷ്ഡ്.
ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇപ്പോഴും ഈ വൈവാഹിക ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻറ്റുകൾ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും എപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് കിൻഷിപ്പ് സിസ്റ്റം ഇൻ ഇന്ത്യ.